രേവതിക്കുട്ടി ഗ്രേസമ്മയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ റൂം ക്ലീൻ ചെയ്ത് വെച്ചാലാണ് അവിടെ ഒരു ജീവൻ ഉണ്ടാവുള്ളൂ. ആ റൂമിൽ ആളുണ്ടെന്നേ, നമ്മൾ സംസാരിക്കുന്നതൊക്കെ ആൾ കേൾക്കും. ആൾ സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഗ്രേസമ്മ ചോദിക്കും, എന്നാലും ആൾ കൂടെ ഇല്ലല്ലോ എന്ന് പറയട്ടോ. അവനില്ലല്ലോ എന്ന് പറയുമ്പോൾ അവന് ഉണ്ടെന്നേ, ചേട്ടൻ അവിടെ ഉണ്ട്, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഒരു തിരിയൊക്കെ കത്തിച്ച് അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൾ പറയുന്നത് നമുക്ക് കേൾക്കുന്നില്ലെങ്കിലും നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതൊക്കെ കാണാനൊക്കെ പറ്റും എന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. എന്നാലും മോളെ എന്ന് പറയുമ്പോൾ ഒരു എന്നാലും ഇല്ല, ഞാൻ ആ റൂം ക്ലീൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയാണ് ഗ്രേസമ്മ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മുറ്റടിച്ചു വരുന്നതാട്ടോ. ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പട്ടി അലീനയുടെ അടുത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വന്നോ? ഡോക്ടർ കണ്ടില്ലേ നീ വരുന്നത്? ഡോക്ടർ ശർമ്മ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്നെ വഴക്ക് പറയുമല്ലോ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് പറയാണ് അലീന ആ പട്ടിയോട് കേട്ടോ. ആ പട്ടിയാണെങ്കിൽ അവിടെ ഇങ്ങനെ അലീനയുടെ ചുറ്റും നടന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണം. ആ സമയത്ത് ഡോക്ടർ ശർമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. റിങ്കു എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വരികയാണ്. ഇവിടെ വാടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാണ് ഇവൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് ചോദിക്കാൻ അലീനയോട്. ഞാൻ വിളിച്ചില്ലല്ലോ, ഇവൻ ഇങ്ങോട്ടേക്ക് എന്നെ കാണാൻ വന്നതാണ്. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കണം. ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം, സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അലീന. അല്ല, ഇവൻ എന്തിനാ എപ്പോഴും നിന്നെ കാണാൻ വരുന്നത്? നിന്റെ അടുത്തേക്ക് വേറെ ആരുടെ അടുത്തേക്കും ഇങ്ങനെ ഒരു ചാട്ടമില്ല, നിന്നെ കാണുമ്പോൾ മാത്രം ഇവൻ ഇങ്ങനെ ഓടി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നു, എനിക്കും അവന് ഇഷ്ടമാണ് എന്ന് പറയണം. ഇനി മേലിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണരുത് എന്നൊക്കെ പറയുമ്പോൾ പട്ടിയോട് സംസാരിക്കുന്നുണ്ടോ അലീന. ടിങ്കു നീ കേട്ടല്ലോ, ശർമ്മ സാറ് പറഞ്ഞത് നീ കേട്ടല്ലോ, ഇനി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്, എന്നെ വഴക്ക് പറയിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി മേലിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എന്തൊക്കെയോ കൊടുത്ത് വശീകരിച്ച് വെച്ചേക്കാണ്, അല്ലെങ്കിൽ ഇവൻ അങ്ങനെ ആരുടെത്തേക്കും പോകുന്നതല്ല, നീ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല, അവന് ആദ്യം തന്നെ എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു എന്നൊക്കെ പറയുന്നത്. ഡോക്ടർ ശർമ്മയാണെങ്കിൽ ഭയങ്കര ഗൗരവക്കാരനാട്ടോ, ഭയങ്കര ദേഷ്യത്തിലാണ്. ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞതുപോലെയൊക്കെ ഈ പട്ടിയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക് എന്ന് പറയണം. എന്ത് എന്ന് ചോദിക്കേണ്ട ശർമ്മ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടല്ലല്ലോ മതിൽ ചാടി വന്നത്, ഇവൻ ഇങ്ങോട്ടേക്കല്ലേ, അപ്പോൾ ഇവനോട് പറയണം ഇങ്ങോട്ടേക്ക് മതിൽ ചാടി വരരുത് എന്ന് പറയണം എന്ന് പറയണം അലീന. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശർമ്മ പട്ടിയെ എടുത്തുകൊണ്ട് അവിടുന്ന് പോവുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ബാലചന്ദ്രനും വൈജയന്തിയും മക്കളും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. അലീന അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ രോഹിത് മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കൃഷ്ണ ഇങ്ങനെ ചിരിക്കുമ്പോൾ എന്നാണ് ഈ ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് രോഹിത്. അപ്പോൾ ബബിത പറയുന്നുണ്ട് അവൾ സോസർ മാറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് പറയണം. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക, എങ്ങനെയാണ് കഴിക്കുന്നത്, എന്ത് എടുത്ത് കഴിക്കുമല്ലോ, ചേട്ടനൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ വഴക്ക് പറയുകയാണ്, നിനക്ക് ഈ ഫോണിൽ തോണ്ടാതെ ഇരുന്ന് കഴിച്ചുകൂടെ, നീ സ്പോഞ്ച് വേണമെങ്കിൽ വരെ എടുത്ത് കഴിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അവനത് നോക്കിക്കൊണ്ടിരുന്നാൽ നിനക്ക് എന്നാടി കുഴപ്പമെന്ന് ചോദിച്ച് രോഹിതിനെ സപ്പോർട്ട് ചെയ്യാണ് വൈജയന്തി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് എന്ന് രോഹിത് കൃഷ്ണയോട് പറയുന്നുണ്ട്. അങ്ങനെ അലീന ഒരു ദോശ കൂടി കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് രോഹിത്, അത് കൃഷ്ണയ്ക്കാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്, രോഹിത് അതിമെന്ന് ഒരു കഷ്ണം പിച്ചി എടുക്കുകയാണ്. അത് കണ്ടിട്ട് കൃഷ്ണയ്ക്ക് ദേഷ്യം വരികയാണ്. ഇനി ഇതെനിക്ക് വേണ്ട, എടുത്തോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവനത് എടുത്താൽ എന്നാ കുഴപ്പം. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്നാടാ കാണിച്ചത്, അത് അവൾക്ക് കൊണ്ടുവന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ കാണിച്ചതിൽ എന്നാ കുഴപ്പം, നിനക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറഞ്ഞാൽ പോരെ, ഉണ്ടാക്കി കൊണ്ട് തരത്തില്ല എന്ന് പറയാണ് വൈജേട്ടോ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എന്തിനും മകനെ സപ്പോർട്ട് ചെയ്തോ, പണി കിട്ടും എന്ന് പറയണം. അത് കേട്ടിട്ട് രോഹിത് ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. വൈജ് ഇങ്ങനെ എന്തോ ഒരു ആശയക്കുഴപ്പത്തിൽ നോക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, മോൾക്ക് ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അലീന ഒരു ദോശ കൂടി ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കൃഷ്ണയ്ക്ക്. ആ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ട് താടി എന്ന് പറയുമ്പോൾ കൃഷ്ണ കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അലീന വന്നിട്ട് മാഡത്തിനോട് ചോദിക്കുകയാണ്, വൈജയോട് ചോദിക്കണം, മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, എനിക്ക് 2 ദിവസത്തെ ലീവ് വേണമെന്ന് പറയണം. അപ്പോൾ എന്തിനാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എറണാകുളം വരെ പോകാനാണ്. നിനക്ക് അവിടെ എന്താ ബിസിനസ് എന്ന് ചോദിക്കുകയാണ് വൈജ. എൻ്റെ അനിയത്തി രേവതിക്കുട്ടി അവിടെയാണ് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത്, എനിക്ക് അവളെ കാണാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ അനിയത്തിയോ, നിനക്ക് അനിയത്തിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് അവളെ വളർത്തിയത്, കൈ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് അവളെ, ഇത്രയും നാളായി ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ല ഞങ്ങൾ തമ്മിൽ എന്ന് പറയാണ്. അതിനാണോ, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളെ ഒന്ന് ഫോൺ ചെയ്ത് വിശേഷങ്ങൾ അന്വേഷിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളെ കാണണം, ഞാൻ ഒരുപാട് നാളായി കണ്ടിട്ട്, ഇങ്ങനെ മാറി നിന്നിട്ടില്ല എന്ന് പറയണം. ആദ്യം പറയേണ്ട അവൾക്ക് ഫോണില്ല എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർക്ക് ഫോൺ ഉണ്ടാവില്ല, അവരെ വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണ് വൈചേട്ടോ. അപ്പോഴാണ് പറയുന്നത് എനിക്ക് അവളെ കാണണം, അവളെ ഒരുപാട് നാളായി കണ്ടിട്ട് ഞങ്ങളിങ്ങനെ മാറി നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇങ്ങനെ നീ ചോദിക്കുമ്പോൾ നിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അവധി തരാനൊന്നും പറ്റത്തില്ല എന്ന് പറയാണ് വൈജ. അത് മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ നിനക്ക് ആ പെണ്ണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, നിന്നെപ്പോലെ അനാഥാലയത്തിൽ വളർന്ന ഒരുത്തി, അത്രയല്ലേ ഉള്ളൂ, അങ്ങനെ ഒരു ബന്ധമല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ എന്ന് വൈജ ചോദിക്കുമ്പോൾ അലീന പറയുന്നത്, മാഡത്തിന് ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായിരിക്കും, പക്ഷേ എനിക്ക് വേറെ ആരുമില്ല, അവൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കിതൊക്കെ ഏറ്റവും വലിയ കാര്യം തന്നെയാണെന്ന് അലീന പറയണേ.
എറണാകുളം പോവാനൊക്കെ 2 ദിവസത്തെ അവധി എന്തിനാന്ന് വൈജ ചോദിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് 1 മാസമായില്ല മാഡം. മാസത്തിൽ ഒരു 2 ദിവസത്തെ അവധിയൊക്കെ എനിക്ക് വേണം. അത് മാഡത്തിൻ്റെ അച്ഛൻ ബ്രിജിത്ത മമ്മിയോട് സംസാരിച്ചിട്ടുള്ളതാണെന്ന് അലീന പറയുന്നു. അച്ഛൻ മരിച്ചു പോയില്ലേ? അച്ഛൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ്റെ പേരും പറഞ്ഞ് ഓരോരോ ഔദാര്യങ്ങൾ ചോദിക്കാനായിരിക്കും. അച്ഛനോട് ഇനി എന്തായാലും എനിക്ക് ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് വൈജ പറയാണേ. വൈജയുടെ സംസാരം കേട്ടിട്ട് ഒരു അവജ്ഞ, ഒരു പുച്ഛഭാവത്തിലുള്ള ഒരു ചിരി ചിരിക്കുന്നുണ്ടോ ബാലചന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നത് ഔദാര്യമല്ല മാഡം ഞാൻ ചോദിച്ചത്. 2 ദിവസത്തെ അവധിയല്ലേ? 30 ദിവസം ജോലി ചെയ്തിട്ട് 2 ദിവസം അവധി തരാത്ത എന്ത് ജോലിയാണ് ഈ ലോകത്തുള്ളത് എന്ന് ചോദിക്കുകയാണ് അലീന വൈജയോട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ ഇപ്പോൾ അവകാശമൊക്കെ ചോദിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ തരേണ്ടതാണ്. ചോദിച്ചത് ഇനി ഒരു കുറ്റമായിട്ട് കാണണ്ട. തരാൻ മനസ്സുണ്ടെങ്കിൽ തന്നാൽ മതിയെന്ന് അലീന പറയാണ്. എന്നിട്ട് അലീന അവിടെ നിന്ന് പോവുക കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട് അവളുടെ ഒരു വർത്താനം അവൾക്ക് ലീവ് വേണമെന്ന് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എത്ര ലീവ് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഞാനൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബാങ്കിൻ്റെ ലോൺ സെക്ഷനിൽ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവളുടെ പൊസിഷനൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ നീ എന്ത് ചെയ്യുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്, നിനക്ക് എത്ര ലീവ് ഉണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ വൈജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, തലയെ താഴ്ത്തിയിരിക്കുകയാണ്. എന്നിട്ട് വൈജയ്ക്ക് ഓരോ വർഷത്തിലും കിട്ടുന്ന ലീവുകളുടെ കണക്കുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് പറയുന്നുണ്ട് വർഷത്തിൽ 174 ദിവസം നീ വീട്ടിലിരിക്കുകയാണ്, വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുകയാണ്. മാസത്തിൽ 14 ദിവസം വീട്ടിലിരുന്നിട്ട് ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് നീ എന്ന് അങ്ങനെ വൈജയുടെ അവധിയുടെ കണക്കുകൾ പറയണം. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഇത്രയൊക്കെ ലീവ് എടുക്കാമെങ്കിൽ ഒരു 2 ദിവസത്തെ ലീവ് അവൾ ചോദിച്ചതാണോ ഇത്ര വലിയ തെറ്റായത് എന്ന് ചോദിച്ച് ബാലചന്ദ്രൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി പെട്ടെന്ന് എഴുന്നേറ്റ് കൈയൊക്കെ കഴുകാനായിട്ട് പോവാണ്. തല താഴ്ത്തിയിരിക്കുകയാണ് വൈജ. മക്കൾ 3 പേരും കണ്ണ് മിഴിച്ചിരിക്കുക കേട്ടോ. ബാലചന്ദ്രൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവധിയുടെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൃഷ്ണയുടെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന പോലെയാണ്. രോഹിതും ബബിതയൊക്കെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കൈ കഴുകിയിട്ട് വന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ, പുരുഷന്മാരല്ല എന്ന് പറഞ്ഞിട്ട് പോയി ബാഗ് എടുത്തുകൊണ്ട് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ പോയപ്പോൾ വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ പ്ലേറ്റ് നീക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വൈജയന്തി. പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മയും മാംചായും കൂടെ TV കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ പമ്മി ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താടി നിനക്ക് TV കാണണോ? ഇല്ല ഒന്നുമില്ല എന്ന് പറയണം. എന്താ TV കണ്ടോ? ഇവിടെ വന്നിരുന്ന് TV കണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ വേറൊരു കാര്യത്തിന് വന്നതാ. എന്താ കാര്യം പറ എന്ന് പറയുമ്പോൾ അവളൊരു പേപ്പർ ചുരുട്ടി കുട്ടി പിടിച്ച ഒരു പേപ്പർ എടുത്തിട്ട് ഗ്രേസമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഇതെന്താന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗ്രേസമ്മ അത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു മൊബൈൽ നമ്പർ കേട്ടോ. ഇത് ആരുടെ നമ്പറാ? അത് അലീന ചേച്ചിയുടെ. ഇതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചേച്ചിയെ ഒന്ന് വിളിക്കാനാണ്, എനിക്കൊന്ന് ഈ ചേച്ചിയെ വിളിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് ഇപ്പോൾ പറ്റില്ല, നീ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് TV കണ്ടേ എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ചടുത്തിരുത്തുകയാണ്. രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയെ വിളിക്കാഞ്ഞിട്ടുള്ള ഒരു വിമിഷ്ടത്തിലാണ്. രേവതിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളൂ, പക്ഷേ ഒട്ടും ശ്രദ്ധ കൊടുക്കുന്നില്ല കേട്ടോ TV കാണുന്നതിൽ. അപ്പോൾ ഇടയ്ക്ക് ഇടം കണ്ണിട്ടിട്ട് ഗ്രേസമ്മ നോക്കുമ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ആകെ അക്ഷമയായിട്ട് കയ്യും കാലൊക്കെ ഇട്ട് ഒടിച്ച് അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ചിരി വരികയാണ്. പിന്നെ ഗ്രേസമ്മ ആ നമ്പർ എടുത്തിട്ട് ഫോണിൽ ഡയൽ ചെയ്യണം. അപ്പോൾ രേവതിക്കുട്ടി കാണുന്നുണ്ട് കേട്ടോ. ഗ്രേസമ്മ ഫോൺ ചെയ്തിട്ട് കോള് കണക്റ്റ് ആവുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടാകും, അതുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആ സമയത്ത് വിളിച്ചാൽ അന്നേരം നമ്മൾ വിളിച്ചാൽ കിട്ടത്തില്ലെന്ന് ചോദിക്കണേ ഗ്രേസമ്മയോടും രേവതിക്കുട്ടി. അപ്പോൾ പറയുന്നുണ്ട് ഓഫ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ. എനിക്ക് ഈ ഫോണിൻ്റെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടാ എന്ന് ചോദിക്കുകയാണ് എന്ന് പറയാണ് രേവതിക്കുട്ടി. അപ്പോൾ നീ ഇതുവരെ മൊബൈലും ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ലേ എന്ന് ഗ്രേസമ്മ ചോദിക്കുകയാണേ. ഇല്ല, സ്നേഹനികേതനത്തിൽ എനിക്ക് ആര് വിളിക്കാനാ, അവിടെ ആകെ ബ്രിജിത്ത മമ്മിക്ക് മാത്രമേ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ, അതൊരു പഴയ കുഞ്ഞു ഫോൺ, അതാണിപ്പോൾ അലീന ചേച്ചിയുടെ കയ്യിലുള്ളത് എന്ന് പറയാണ്. അപ്പോൾ നിനക്കൊരു ഫോൺ വാങ്ങിച്ചെന്നാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തിനാ ഫോണ് മാമച്ചായ, ഇവിടെ ഒരു പഴയ ഫോൺ ഉണ്ടാവോ ഇവർക്ക് ശരിയാക്കി കൊടുക്കാൻ എന്ന് ചോദിക്കുമ്പോൾ പഴയ ഫോണുണ്ട് പക്ഷെ അത് കൊള്ളത്തില്ലെന്ന് എന്ന് പറയാണ്. അതൊന്ന് ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളത്തില്ല എന്ന് പറയാണ് മാമച്ചായൻ. എന്നാൽ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ചേ രേവതിക്കുട്ടിക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ അയ്യോ പുതിയ ഫോൺ, എനിക്ക് പുതിയ ഫോണൊന്നും വേണ്ടാന്ന് രേവതിക്കുട്ടി പറയാട്ടോ. അതിനാടി നിനക്കും ഇരിക്കട്ടെ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ വേണ്ടെന്നേ, ഒരുപാട് കാശാവും, എനിക്ക് അങ്ങനെ ഫോണൊന്നും വേണ്ട, എനിക്ക് ആരെ വിളിക്കാനാ, എനിക്ക് ആ അലീന ചേച്ചിയിലേ വിളിക്കാനുള്ളൂ, വാങ്ങിച്ചാൽ തന്നെ വെറുതെ ഇരിക്കത്തുള്ളൂ, അലീന ചേച്ചി വിളിക്കാൻ ആൻറ്റിയുടെ ഫോൺ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന ചേച്ചി വിളിക്കാനല്ല, ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയി ആ സമയത്ത് നിനക്ക് ഞങ്ങളെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി, നീ പോട്ടെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി, അപ്പോൾ ഈ ഫോൺ ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് വേറെ ഫോൺ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഇങ്ങനെ കുത്തി വിളിക്കുന്ന ഒരു വയറൊക്കെ ഉള്ള കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. ആ ലാൻഡ് ഫോൺ അതുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ ലാൻഡ് ഫോൺ എപ്പോഴും കംപ്ലൈൻറ്റ് ആടി ഇവിടെ എന്ന് പറയാണ് ഗ്രേസമ്മ. ഒരെണ്ണം നിനക്കും ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് കാശാവത്തില്ല, എനിക്ക് വേണ്ട എന്ന് പറയണം, നീ പേടിക്കണ്ടാടി നിൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യത്തൊന്നുമില്ല എന്ന് ഗ്രേസമ്മ പറയാട്ടോ. അപ്പം മാമച്ചാൻ ഇങ്ങനെ അതേ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്രേസമ്മ നീയും വെച്ചോടി ഒരു ഫോൺ, പുതിയ ഫോൺ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ഫോൺ വാങ്ങിച്ചു തരാൻ പോവാണോ എന്ന് ചോദിക്കണേ രേവതിക്കുട്ടി. അതേന്ന് എനിക്കറിയാം നിനക്കതൊക്കെ ഇഷ്ടമാണെന്ന് എന്ന് പറയണം, കൊച്ചു കള്ളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുമ്പോൾ ശരിക്കും എനിക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തരുമോ? എന്നാൽ എനിക്ക് ചെറിയ ഫോൺ മതി കേട്ടോ, ഒരുപാട് കാശൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു ഫോൺ മതി എന്ന് പറയുമ്പോൾ പിന്നെ നിനക്ക് കുഞ്ഞു ഫോൺ കടക്കാരവിടെ ഉണ്ടാക്കി വെച്ചേക്കല്ലോ, ഒന്ന് പോയേ അവിടുന്ന് എന്ന് പറഞ്ഞ് കളിയാക്കാണ്. പിന്നെ ഭയങ്കര സന്തോഷം കൊണ്ട് രേവതിക്കുട്ടി ഗ്രേസമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ.
കാണിക്കുന്നത് കമലയെയും മനുവിനെയും കേട്ടോ. മനു ഇങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. നീ നേരെ എറണാകുളത്ത് പോയിട്ടല്ലേ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എറണാകുളത്ത് പോയിട്ട് എനിക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഇൻഫോ പാർക്കിൽ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, നീ ഇൻഫോ പാർക്കിലേക്ക് വരാൻ പോവാണോ ബാംഗ്ലൂരിൽ നിന്ന് എന്ന് ചോദിക്കുകയാണ്. അതെ, നല്ല പോസ്റ്റ് കിട്ടിയാൽ ഇങ്ങോട്ടേക്ക് വരും. എടാ മോനെ, ഇവിടെ ശമ്പളമൊക്കെ കുറവല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നല്ലത് കിട്ടിയാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന് പറയാണ് മനു. അപ്പോൾ കമല പറയുന്നുണ്ട്, നീ പോകുമ്പോഴേ ആ രാമപുരം വഴിയൊന്ന് പോ, എന്നിട്ട് അവിടെ ഒന്ന് കയറി എന്ന് പറയും. എവിടെ പോകാനാ അമ്മ ഉദ്ദേശിക്കുന്നത്? അനന്യയുടെ വീട്ടിൽ. അവിടെ അവൾ നിൻ്റെ ഫ്രണ്ടല്ലേ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ലേ എന്നൊക്കെ പറയണം കമല. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ഒന്നുമല്ല, ഒരു കോളേജിലായിരുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ഫ്രണ്ട്സൊക്കെയാണ്, ഇപ്പോഴും ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആണോ, എന്നിട്ടാണോ നീ ഒന്ന് പോവാത്തത്? അപ്പോൾ മനു പറയുന്നുണ്ട്, അവളുടെ റെക്കമെൻഡേഷനിലാണ് ഞാനിപ്പോൾ ഇൻഫോ പാർക്കിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ എന്ന് മനു പറയണേ. ആണോ, എന്നിട്ട് അവൾ എന്നെ വിളിച്ചപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണേ. ഏട്ടാ, നീ അവിടെ ഒന്ന് കയറുക, അവർക്കൊക്കെ നിന്നെ വലിയ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ, ഇഷ്ടപ്പെട്ടോട്ടെ, അതിനെന്തപ്പോൾ ഇത്രയ്ക്ക് എന്ന് പറയണം മനു. എന്നാലും നീ അവിടെ ഒന്ന് കയറി എന്ന് പറയുമ്പോൾ, ഇപ്പം എനിക്ക് പോകാനൊന്നും പറ്റത്തില്ല എന്ന് പറയണേ. എന്നാൽ നമുക്ക് നീ ഒരു ദിവസം വരുമ്പോൾ നമുക്ക് 2 പേർക്കും കൂടി അവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ, എന്നെ നോക്കണ്ട, അമ്മ ഒന്നുകിൽ ഹരിയെ കൂട്ടിപ്പോക്കോ അല്ലെങ്കിൽ രഞ്ജുവിനെ കൂട്ടിപ്പോക്കോ എന്ന് പറയുമ്പോൾ, അതെന്താ എൻ്റെ കൂടെ വരാൻ നിനക്ക് കുറച്ചിലാണോ എന്ന് ചോദിക്കുകയാണെ. അമ്മയോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് നേരമില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മനു പോകുമ്പോൾ, എടാ ഇനി നീ എപ്പോഴാണ് വരാമെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മനു പോവാണ്. പിന്നീട് കാണിക്കുന്നത് മനു കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. അങ്ങനെ അവിടെ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മനു ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ അവിടെയൊക്കെ നല്ല ഭംഗിയിലിരിക്കുന്നത് കാണാം. അലീന ഇങ്ങനെ നന്നാക്കി വൃത്തിയാക്കി സൂക്ഷിക്കുന്നതാണെന്നല്ലേ മനസ്സിലായിട്ട് മനു ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ വൈജയാണ് വന്ന് ഡോറ് തുറക്കുന്നത്. ആ മനു, നീ എന്താ അവിടെ തന്നെ നിൽക്കണം, ഇങ്ങോട്ടേക്ക് കയറി വാ എന്ന് പറയണേ. ആൻറ്റി ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിക്കണം. അതെ, ഞാൻ പോവാണ്, എനിക്ക് വൈകി. എടാ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഇല്ലെങ്കിലേ ബാലചന്ദ്രൻ്റെ കൂടെ ഇരുന്നോ എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. മനു, നീ ബാംഗ്ലൂർക്ക് പോകാൻ ഇറങ്ങിയതാണോ? അതെ ഞങ്ങളെ, പിന്നെ ഒരു വിസിറ്റിന് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് പറയണം. പിന്നെ എന്തൊക്കെയുണ്ട് കൊല്ലപ്പള്ളിയിൽ വിശേഷം എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അങ്ങളെ, മുത്തശ്ശൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു കൂട്ടായിരുന്നു, ഇപ്പം ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ ഏതോ ഒരു അന്യ വീട്ടിൽ ചെന്ന് കയറുന്നത് പോലെയാണെന്ന് പറയണം മനു. മനസ്സ് തുറന്നൊന്നും മിണ്ടാൻ പോലും ഒരാളില്ല, മുത്തശ്ശിയാണെങ്കിൽ ഇവിടെയാണെന്ന് പറയണേ മനു. അതെങ്ങനെയാണ് മനു, മരിച്ചു കഴിഞ്ഞാണ് എല്ലാവരും മനുഷ്യൻ്റെ വില മനസ്സിലാക്കുന്നത്, അതുവരെ ആർക്കും ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയണം. അങ്ങനെ വൈജ പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ബാലചന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നത് കേട്ടത്. എടാ മനു, അലീനയുടെ ലീവിൻ്റെ കാര്യം എങ്ങനെയാണ്? മുത്തശ്ശൻ അവൾക്ക് 2 ദിവസത്തെ ലീവ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടോണ്ടാണ് വൈജ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, അത് ശരിയാണോ മനു? അച്ഛൻ അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടോ, വ്യവസ്ഥ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനത് പറയാൻ വിട്ടുപോയതാണ് ആൻറ്റി. മുത്തശ്ശൻ 2 ദിവസത്തെ ലീവ് കൊടുത്തിട്ടുണ്ട്, അതായത് ബ്രിജിത്ത മമ്മി ആവശ്യപ്പെട്ടതാണ്. ആഴ്ചയിൽ മാസത്തിൽ 2 ദിവസത്തെ അവധി, മാസത്തിൽ 1 ദിവസത്തെ അവധി പോലും ഇല്ലാത്ത ജോലി ഏതെങ്കിലും ഉണ്ടോ ആൻറ്റി എന്ന് ചോദിക്കുകയാണ് മനു. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ജോലി സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പുറമേ കാണുന്നത് പോലെ ഒന്നുമല്ല മനുഷ്യർ, ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഇവളെന്താ ഇങ്ങനെയെന്ന്, ഇത്ര പരുക്കനായി പോയത് എങ്ങനെയാണെന്ന്, ഇവളുടെ അമ്മ എത്രയോ പാവാണ് എന്ന് പറയാണ് ബാലചന്ദ്രൻ കേട്ടോ. ആ സമയത്ത് മനു പറയുന്നത്, അങ്ങനെയൊന്നുമല്ല അങ്കിളെ, അപ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ആൻറ്റി എത്രയോ നല്ലതാണെന്ന് പറയാണ് മനു. അങ്കിളെ, ഞാനേ മുത്തശ്ശി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് അലീന അവിടെ അലക്കാനുള്ള തുണികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്താണ് മനു വന്ന് കഥകളി മുട്ടുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് മനു വരുന്നത്. അകത്തേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു തടസ്സമില്ലെന്ന് അലീന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവാണ് മനു ആണെന്ന്. ഇങ്ങോട്ടേക്ക് കയറി വാടാന്ന് മുത്തശ്ശിയും വിളിക്കുന്നുണ്ട്. തട്ടിയും മുട്ടിയും അനുവാദം ചോദിച്ചിട്ടൊക്കെ വേണം നിനക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാനെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, 2 സ്ത്രീകൾ താമസിക്കുന്ന റൂമല്ലേ, അപ്പം മുട്ടിയിട്ട് വേണ്ട വരാനെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് മനു. പിന്നെ എഴുന്നേറ്റിട്ട് അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. 2 ദിവസത്തെ അവധി വേണമെന്ന് പറഞ്ഞു കേട്ടല്ലോ, എങ്ങോട്ട് പോകാനാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മനുവിനോട് അലീന പറയുന്നുണ്ട്, 2 ദിവസമെങ്കിലും എനിക്ക് ലീവ് വേണ്ടേ മനുവേട്ട എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരി, പക്ഷേ എങ്ങോട്ടാ പോയിട്ട് വേറെ വീടൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് മനു. അങ്ങനെയല്ല, എനിക്ക് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകണം, പറ്റുകയാണെങ്കിൽ കൊല്ലത്ത് പോയി ചിന്നമോളെയും കാണണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയണം. അപ്പോൾ ഇവിടെയൊക്കെ തനിച്ച് പോകുമോ എന്ന് ചോദിക്കുകയാണ് മനു. ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂട്ടുണ്ടല്ലോ എന്ന് പറയണം. ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. സാലറി കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറയണം. അപ്പോൾ അന്ന് കുറച്ച് അഡ്വാൻസ് തന്നല്ലോ ഇറക്കി വിട്ട സമയത്ത്, അത് ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പറയാണ് മനു. എന്നാൽ ഞാൻ അങ്കിളിനോട് പറയാം, ഇന്ന് തന്നെ വേണമെന്നില്ലാന്നേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായാലും മതി എന്ന് പറയാണ് അലീന. എന്നാൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തെ ലീവ്, അത് കിട്ടൂട്ടോ എന്ന് പറയണം. ശരി മനുവേട്ടാ, ഞാൻ ഇന്ന് അപ്പുറത്തോട്ട് പൊയ്ക്കോട്ടെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞ അലീന അവിടുന്ന് പോവാട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുന്ന മനുവിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.